ഉമ്മൻചാണ്ടി ഭരണകാലത്തെ കേരളമല്ല ഇന്നത്തെ കേരളം. യാതൊരു ഭാവനയുമില്ലാതെ പരസ്പരം തമ്മിലടിച്ചു നിന്ന കേരളമല്ല 10 വർഷത്തിനിപ്പുറം കേരളം. ഭരണകാലയളവിലെ അവസാന ബജറ്റ് അത്രമേൽ ആത്മവിശ്വാസത്തോടെയാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. വോട്ടിനു വേണ്ടിയെന്ന് ആക്ഷേപിച്ച് ആശ്വാസം കൊള്ളുന്നവരോട് പറയട്ടെ, 2021 അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ തോമസ് ഐസക്കിനെയും ഇതേപോലെ പറഞ്ഞ് ആശ്വാസം കൊണ്ടു. 2021 മെയ് മാസത്തിൽ പിറന്നത് പുതുചരിത്രം, തുടർഭരണം. അടുത്ത സർക്കാരിൻ്റെ തലയ്ക്ക് വെച്ച ബാധ്യതയെന്നാണ് 12ാം ശമ്പള കമ്മീഷനെ ഇന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞത്. ഒന്നാം പിണറായി സർക്കാർ 11ാം ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചപ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതും ഇതുതന്നെയാണ്. അടുത്ത UDF സർക്കാരിൻ്റെ തലയ്ക്ക് വെച്ച ബാധ്യത അത്രയ്ക്ക് ബുദ്ധിമുട്ടേണ്ടെന്ന് ജനം തിരിച്ചു പറഞ്ഞു. 2ാം പിണറായി സർക്കാർ ആ ദൗത്യം പൂർത്തീകരിച്ച് പുതിയ ശമ്പള കമ്മീഷനെ പ്രഖ്യാപിച്ചു. മോദി സർക്കാർ കേരളത്തിന് മേൽ വിതയ്ക്കുന്ന കെടുതികൾക്കിടയിലും വികസനവും ക്ഷേമവും കൈവിടാതെ ജനകീയ ബദൽ ബജറ്റ്. ഇന്ന് പാർലമെന്റിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ വെച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിനും സമ്മതിക്കേണ്ടി വന്നു. LDF സർക്കാർ സംസ്ഥാനത്ത് നടത്തിയ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മാതൃകാപരം. ആരോഗ്യമേഖല, ടൂറിസം മേഖല, നഗരവികസനം, ഗ്രാമീണ വികസനം, വ്യാവസായിക മേഖല ഉൾപ്പെടെ LDF സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെയും സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ പ്രശംസിക്കുന്നുണ്ട്. പ്രതിപക്ഷ നിരാശയുടെ ഒരു ഉദാഹരണം കൂടി പറയാം. ബജറ്റും കണക്കും കയ്യിൽ കിട്ടിയിട്ടും വി.ഡി. സതീശന് ധവളപത്രം വേണം. കെ എൻ ബാലഗോപാലിൻ്റെ അസൽ മറുപടി നിയമസഭയിൽ വിശദമായി ചർച്ച ചെയ്യാം. ചെയ്ത കാര്യങ്ങൾ അവിടെ പറയാം, ചോദിച്ചോളൂ. മറുപടി പറയാൻ താനും മുഖ്യമന്ത്രിയും ഉണ്ട്.